അർജുൻ നാളെ ഓഫീസിലേക്ക് വാ. അല്ല, ഈ കോൺട്രാക്ട് ആരെ കൊണ്ടെങ്കിലും റെഡിയാക്കി ഇപ്പൊ തന്നെ സൈൻ ചെയ്തതാ. ഞാനെന്തായാലും വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടല്ലോ. ഓ ശരി. അല്ലെങ്കിലും താനിവിടെ നിൽക്കണം. വധുവിന്റെ ഫാമിലിയെ സന്ധ്യയാകുമ്പോ ഹോട്ടലിൽ കൊണ്ട് വിടേണ്ടി വരും. നാളെ അവര് നാട്ടിലേക്ക് പോകുന്നുള്ളൂ. ഓ ആയിക്കോട്ടെ. എടാ ഭരത്തെ, നീ പറഞ്ഞ കോൺട്രാക്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ചേഞ്ച്. നിന്റെ ഭരത് ടൂർസ് ഞാൻ ഭാരത് ടൂർസ് ആക്കി. സ്പെല്ലിംഗ് രണ്ടും ഒന്ന് തന്നെയാണല്ലോ. പിന്നെ ഓണറായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതും ഞാൻ തന്നെയായിരിക്കും. ബിസിനസ് നിനക്കും പേരെനിക്കും. ഓക്കേ? ഈ റൂം നിങ്ങൾക്ക് ഉപയോഗിക്കാം. തൽക്കാലം നിങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷ് ആവ്. കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും ഞാൻ വരാം. സത്യനൊഴികെ ഇവിടെ ആർക്കും ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കീർത്തിയുടെ ഭാവിയിൽ എനിക്ക് നല്ല പേടിയുണ്ട്. പെട്ടെന്ന് നടന്ന കല്യാണം ആയതുകൊണ്ട് ചില മുറുമുറുപ്പുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം ക്ലിയർ ആക്കാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം. നിങ്ങളൊന്ന് മയങ്ങി ഉണരുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. SP അങ്കിളിനെ നമുക്ക് വിശ്വസിക്കാമേ. അങ്കിളിന് അധികം ടെൻഷൻ കൊടുക്കണ്ട, എല്ലാം ശരിയാവും. മനുഷ്യപ്പറ്റുള്ള പെരുമാറ്റം ആരിലും ഞാൻ കണ്ടില്ല. ഇവളുമായി സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ടും മിഥുൻ പെരുമാറിയതും ആ രീതിയിലല്ല. സത്യൻ ഇവിടെയുള്ളത് മാത്രം ഞങ്ങളുടെ സമാധാനം. അതിന് സത്യപ്രതാപൻ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? വേറെ വീടുകളുണ്ടെന്നാണല്ലോ ആ സ്വാമി നേരത്തെ പറഞ്ഞത്. വീടുകൾ വേറെയുണ്ട്. പക്ഷേ എന്റെ പ്രിയയുടെ മക്കള് എനിക്ക് സ്വന്തം മക്കളെ പോലെ തന്നെയാ. കീർത്തിയെ എല്ലാ അർത്ഥത്തിലും ഈ വീട്ടിലെ ഗൃഹനാഥയാക്കിയിട്ടേ ഞാൻ വേറെ വീട്ടിലേക്ക് പോവൂ. അത് ഞാൻ പ്രിയയ്ക്കും ശില്പയ്ക്കും നൽകുന്ന വാക്കാണ്. പിന്നെ നിങ്ങളും ഇന്നൊരു ദിവസം ഇവിടെ താമസിച്ചാൽ മതി. ഇനി ഹോട്ടലിലേക്ക് പോകണ്ട. സ്വന്തം വീട്ടുകാർ കൂടെ ഉള്ളത് കീർത്തി മോൾക്കൊരു ആശ്വാസമായിരിക്കും. അതെ, താങ്ക്സ് അങ്കിൾ. പക്ഷേ ഞങ്ങളുടെ കുറച്ച് ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ ഹോട്ടലിലിരിക്കുക. ഞങ്ങൾക്ക് നാളെ രാവിലെ വീട്ടിൽ പോവാൻ വേണം. ജോലിക്കാരെ വിട്ട് റൂം വെക്കേറ്റ് ചെയ്യിപ്പിക്കാം. പിന്നെ നാളെ രാവിലെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ പോവാലോ. കാർ അറേഞ്ച് ചെയ്യാൻ സ്വാമിനാഥനോട് പറയാം. അയ്യോ, കാറൊന്നും വേണ്ട സത്യ. ഞങ്ങള് ബസ്സിനോ ട്രെയിനിനോ പൊയ്ക്കോളാം. അതൊന്നും വേണ്ട. എന്റെ അടുത്ത ബന്ധുക്കൾ എങ്ങനെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. അതെ, ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. പിന്നെ കാണാം. ശരി അങ്കിൾ. വാ വാ. മോളെ, ആ ദിവ്യപ്രഭ എന്തായാലും ഇവിടെ തന്നെയായിരിക്കും താമസിക്കുന്നത്. സത്യന്റെ മോള് ചൈത്രയോ? ആ കുട്ടിക്ക് ഇവളോട് കടുത്ത ദേഷ്യം കാണും. അമ്മ വിഷമിക്കാതെ, പരിഹാരം കാണാന്ന് അങ്കിളല്ലേ പറഞ്ഞത്. മോളെ വാ. അങ്കിളിനെ പേടിച്ച് എല്ലാവരും പുറമെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം കീർത്തി സേഫ് ആവോ? മനസ്സിൽ വെറുപ്പ് സൂക്ഷിച്ച് പെരുമാറുന്നവരോട് പിടിച്ചു നിൽക്കാൻ ഇവൾക്ക് പറ്റുമോ? നിന്റെ കൺസേൺ എനിക്കറിയാം. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല നടന്നത്. മിഥുൻ കീർത്തിയുമായി പ്രണയത്തിലായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ വിവാഹം നടത്തിയത്. ഞങ്ങളുടെ വിവാഹം വളരെ പണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചതല്ലേ? എന്നിട്ട് എങ്ങനെയാ ഡാഡിക്ക് ഇത്ര സിമ്പിളായിട്ട് സംസാരിക്കാൻ തോന്നുന്നത്? നിന്നെയും മിഥുനെയും തമ്മിൽ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിനക്കവനോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിന്റെ നേട്ടങ്ങൾക്കുള്ളൊരു ഉപാധി മാത്രമായിട്ടാണ് നീ മിഥുനെ കണ്ടത്. അതുകൊണ്ട് ഈ വിവാഹം നടന്നതിൽ
നിനക്ക് വലിയ നിരാശയൊന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. മിഥുനേട്ടനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ച് SP ഗ്രൂപ്പിന്റെ കീഴിലുള്ള സ്വത്തുക്കൾ സംരക്ഷിക്കാനായിരുന്നു ഡാഡിയുടെ പ്ലാൻ. അതെനിക്ക് നേരത്തെ തന്നെ അറിയാം.